ഒന്നുമില്ലടോ, പ്രഷർ ഒന്ന് ഷൂട്ടപ്പ് ചെയ്തതാ. OP മുടങ്ങണ്ടെന്ന് കരുതി ഇറങ്ങാൻ തുടങ്ങിയതാ. ശരിയാകത്തോണ്ട് പിന്നെ അത് ഉപേക്ഷിച്ചു. ആ പിന്നെ OP മുടങ്ങിയെന്നല്ലോ. തൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യാൻ ഞാൻ സുശീലോട് പറഞ്ഞിരുന്നു. മറ്റുള്ളിടത്ത് OP കൃത്യമായി നടന്നു സർ. പക്ഷേ സാറിന്റെ പേഷ്യൻസ് മാത്രം തിരിച്ചുപോയി. അതെന്താ? താൻ അറ്റൻഡ് ചെയ്തില്ലേ? ഞാൻ അറ്റൻഡ് ചെയ്യാഞ്ഞിട്ടല്ല, അവർക്കാർക്കും എൻ്റെ അടുത്ത് വരാൻ അത്ര വിശ്വാസം പോരാ. മെഡിസിൻ മാത്രമല്ലല്ലോ സർ, ആൾക്കാർക്ക് ചികിത്സിക്കുന്ന ഡോക്ടറിലും ഒരു വിശ്വാസം വേണ്ടേ? പേഷ്യൻസിൽ എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. താൻ ഇങ്ങനെ ഡെസ്പറേറ്റ് ആവുമൊന്നും വേണ്ട. താൻ കൺസൾട്ടിങ് തുടങ്ങിയല്ലോ. പേഷ്യൻസ് ഒക്കെ അറിഞ്ഞെത്തിക്കോളും. എന്തോ എന്റെ ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇന്നലത്തെ ആ പ്രശ്നം എല്ലാവരും അറിഞ്ഞു. അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കാനും നമ്മുടെ പക്ഷത്ത് തന്നെ ആളുകളുണ്ടല്ലോ. എനിക്കറിയാം, ആ സ്റ്റോറിയോടെ വല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. തന്നെ ഹോസ്പിറ്റൽ അപ്പോയിന്റ് ചെയ്തത് അത്ര ദഹിക്കാതെ പോയ ചിലരുണ്ട്. തുറന്നു പറയാലോ, അതിന്റെ മുൻപന്തിയിൽ എന്റെ ഭാര്യയും മകളുമാണ്. പിന്നെ അവർ കോശാന പാടിയ പ്രയോജനമുള്ള ചില സ്റ്റാഫുകൾ ഒക്കെ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. നാളെ ആവട്ടെ. എനിക്ക് വേണ്ടി സംസാരിച്ച് സാർ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട. എന്റെ വരവൊരു പ്രശ്നമാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തോളാം സർ. അതിന്റെ പേരില് ഹോസ്പിറ്റലിലും സാറിന്റെ ഫാമിലിയിലും ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടാവരുത്. റിസൈൻ ചെയ്തിട്ട് ഗൗരി എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യുന്നു ചോദിച്ചാ അറിയില്ല. ഇവിടെ എന്റെ പേരിൽ ഇങ്ങനൊരു ആരോപണം ഉണ്ടായതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലൊന്നും ഉടനെ ഒരു പോസ്റ്റിംഗ് കിട്ടണമെന്നില്ല. പിന്നെ ഏതെങ്കിലും ഗവൺമെന്റ് പോസ്റ്റിങ്ങിന് ട്രൈ ചെയ്യണം. പക്ഷേ അതൊക്കെ ഒന്ന് ശരിയായി വരണമെങ്കിലും ടൈം എടുക്കും. സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. എന്നാലും ഞാൻ കാരണം സാറിനൊരു പ്രശ്നം ഉണ്ടാവരുത്, അതാ എന്റെ ആഗ്രഹം. എന്റെ കാര്യോട് നിൽക്കട്ടോ. ഇപ്പൊ താൻ ഈ കടലാസ് പുലികളെ കണ്ട് പേടിച്ചാൽ തനിക്ക് പിന്നെ ഒരു കാലത്തും ഒളിക്കാനൊരു കാടുണ്ടാവില്ല. താൻ ഇവിടെ നിന്ന് പോകുന്നതുകൊണ്ട് എന്റെ പ്രശ്നങ്ങളൊന്നും തീരാനും പോകുന്നില്ല. അപ്പൊ പിന്നെ ഈ വെല്ലുവിളിയെല്ലാം അതിജീവിച്ച് താൻ ആരാണെന്ന് ഇവിടെ പ്രൂവ് ചെയ്യണം. അതാണ് ഗൗരി ചെയ്യേണ്ടത്. കമോൺ ഗൗരി, യു ക്യാൻ. താൻ ഇതൊരു ചലഞ്ചായി എടുക്കണം. സാർ ഇങ്ങനെ പറയുമ്പോ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ കാരണം സാറിനും സാറിന്റെ ഹോസ്പിറ്റലിനും ഒന്നും ഒരു ചീത്തപ്പേരുണ്ടാവുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങനൊരു പേടിയുണ്ട്. പണ്ടും എന്റെ അനുഭവം അതാണ്. എന്നെ സ്നേഹിക്കുകയോ സഹായിക്കുകയോ ചെയ്യാൻ മനസ്സ് കാണിക്കുന്നവർക്ക് ഒടുവിൽ ഞാൻ കാരണം ചീത്തപ്പേര് കേൾക്കാനാണ് വിധി. അതോർക്കുമ്പോ പേടിയാവുന്നുണ്ട് എനിക്ക്. എനിക്കെന്തായാലും ആ പേടിയില്ല. അത് മാത്രമല്ല, താൻ കാരണം നമ്മുടെ ഹോസ്പിറ്റലിന് പേരും കീർത്തിയും കൂടുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പാ. ഗൗരി, തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ ഹോസ്പിറ്റൽ ഞാൻ തുടങ്ങിയത് എന്തുദ്ദേശത്തോടു കൂടിയാണോ അത് നിലനിർത്തണമെങ്കിൽ അതേ മനസ്സുള്ള ഒരാളാവണം എനിക്ക് ശേഷം ഇത് നടത്തേണ്ടത്. എൻ്റെ മക്കളിൽ നിന്നും അങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. മറിച്ച് ആ സ്ഥാനത്ത് നിന്നിൽ നിന്നും ഞാനത് പ്രതീക്ഷിക്കുന്നു. സാധാരണക്കാരായ ആൾക്കാർക്ക് കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അതാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സ്ഥാപനത്തിനെ കൈപിടിച്ച് നടത്താൻ എൻ്റെ ഒപ്പം നീ ഉണ്ടാവണം. നാളത്തെ എൻ്റെ പിൻഗാമിയാണ് ഇന്ന് ഞാൻ നിന്നിൽ കാണുന്നത്. എന്താ ഇപ്പോ ഇയാളുടെ സംശയവും പേടിയൊക്കെ മാറിയോ? സാറിനെ പോലെ ചിന്തിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഇല്ലെന്ന് പറയാം. പക്ഷെ ഞാനും ആഗ്രഹിക്കുന്നത് സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നാണ്. അതുകൊണ്ട് തന്നെ സാറിന്റെ ഒപ്പം നിൽക്കാൻ എനിക്ക് പൂർണ്ണ മനസ്സാ. ഞാനുണ്ടാവും സാർ. ഗുഡ്. അപ്പോ ഇനി ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോന്നേക്കണം. കേട്ടല്ലോ? ശരി സാർ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ആരാ? ഞാൻ ഡോക്ടർ ഗൗരി, ദേവൻ സാറിന്റെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഓ, ആ അവതാരം നീയായിരുന്നല്ലേ? അതെ, നിന്റെ സേവനമൊക്കെ ഹോസ്പിറ്റലിൽ മതി. ഇവിടെ നിനക്ക് എന്താ കാര്യം?
ഓ, സാറിനോട് വല്ല ഡൗട്ടും ക്ലിയർ ചെയ്യാൻ വന്നതായിരിക്കും അല്ലേ? അല്ല, ഇതുപോലുള്ള ആൾക്കാരെ സ്ഥിരം പറയാറുള്ള റീസൺ അതാണല്ലോ. എന്താ, നീയും അങ്ങനെ സംശയം തീർക്കാൻ വന്നതാണോ? അതോ നിന്നെ കണ്ടോളാൻ വയ്യാഞ്ഞിട്ട് സാറ് തന്നെ വിളിച്ചു വരുത്തിയതാണോ? എന്താടി ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാ ഇവിടെ വന്നതെന്ന്? മാഡം, സാർ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നില്ല. അന്വേഷിച്ചപ്പോൾ നല്ല സുഖമില്ലാന്ന് പറഞ്ഞു. എങ്കിൽ നേരിൽ വന്നൊന്ന് കണ്ടിട്ട് പോവാലോ എന്ന് കരുതി വന്നതാ. ഓ, അപ്പോ അസുഖം അന്വേഷിച്ചു വന്നതാ. ദേ, അദ്ദേഹത്തിന് അസുഖമാണെങ്കിലേ അതിനുള്ള മരുന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഇനി അതും അല്ലെങ്കിൽ എന്റെ മോളുണ്ട്, അവളും ഒരു ഡോക്ടറാണല്ലോ, അവള് നോക്കിക്കോളും. അല്ലാതെ നിന്റെ വിദഗ്ധ ചികിത്സ ഇവിടെ ആവശ്യമില്ല. ഇനി ഇയാൾ ഇവിടെ വന്ന് നോക്കി ക്യാൻസറോ കുഷ്ഠമോ വല്ലോ ആണെന്ന് പറയാത്ത കുഴപ്പമേ ഉള്ളൂ. ദേ, ഇന്ന് വന്നതിരിക്കട്ടെ, ഇനി തലതൊട്ടപ്പനെ കാണാൻ ഇങ്ങോട്ട് വരണമെന്നില്ല. കാണലും കിന്നരിക്കലും ഒക്കെ അങ്ങ് ഹോസ്പിറ്റലിൽ മതി. ഹാ, അതും ഇനി ഒരുപാട് ഉണ്ടാകാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. വന്ദനെ, വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാനുള്ള സംസ്കാരമെങ്കിലും കാണിക്കേ. അത് സംസ്കാരമുള്ളവരോട് മതി. ഇവളെ പോലുള്ളവരുടെ ഈ ഭാഷയാ നല്ലത്. അത് തീരുമാനിക്കേണ്ട നീയല്ല. എന്നെ കാണാൻ ഈ കുട്ടിയോട് വന്നത്. അത് ചോദ്യം ചെയ്യാൻ നിനക്കെന്ത് അവകാശം? അവകാശം ഉള്ളതുകൊണ്ട് തന്നെയാ. ഇതൊക്കെ ഇപ്പൊ ചോദ്യം ചെയ്തില്ലെങ്കിലേ പിന്നെ ഇതൊരു ശീലമാവെന്ന് എനിക്കറിയാം. വളക്കൂറുള്ള മണ്ണാണെന്ന് കണ്ട ഏത് വള്ളിച്ചെടിയും അങ്ങ് പന പോലെ വളരുമല്ലോ. ഐ ആം സോറി ഗൗരി. അയ്യോ, സാർ എന്നോട് സോറി പറയുന്നോ? അതൊന്നും വേണ്ട സാർ, ഞാൻ പോട്ടെ. അയ്യോ, ഇതെന്ത് പറ്റിയതാ? കണ്ടാൽ അറിഞ്ഞൂടെ മുറിവ് പറ്റിയതാണെന്ന്? നല്ല ഇഞ്ചുറി ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കായിരുന്നില്ലേ? ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ. ദീപ് ചേട്ടൻ വരൂ. വരൂന്ന്. ഇങ്ങോട്ട് വരാൻ. ഏയ് വീട് കുട്ടി, താൻ തന്റെ പണി നോക്കിപ്പോ. പറ്റില്ല. ദീപ് ചേട്ടൻ വന്നേ. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇങ്ങോട്ട് വന്നേ. കാണിക്കുന്നേ ഒന്ന് വരൂ. വിടോ. ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഒന്ന് വിടുന്നുണ്ടോ താൻ? ഇത് എന്റെ വീടാ. അതെനിക്കറിയാം. സ്വന്തം വീടാണെന്ന് കരുതി ബ്ലീഡിംഗ് നിൽക്കണമെന്നില്ലല്ലോ. ഇങ്ങോട്ട് വന്നേ. ഏയ് എന്താ എന്താ എന്തു പറ്റി? അറിയില്ല സർ, നല്ല ബ്ലീഡിംഗ് ഉണ്ട്. എന്തു പറ്റി? എന്താ മോനെ പറ്റിയത്? ഒന്നുമില്ല ഡാഡി, മുമ്പേ പോയൻ പെട്ടെന്നങ്ങ് ചവിട്ടി, ഞാൻ കൊണ്ടുവന്നങ്ങ് ഇടിച്ചു. എന്നിട്ട്? ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടി, അതിന്റെ ചില്ല് തെറിച്ചതാ. അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ കുട്ടി വെറുതെ പറയാ. സർ, മുറി വന്ന് ഡ്രസ് ചെയ്യണം. ഏയ് ഗൗരി, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്ന് ഡ്രസ് ചെയ്യാമോ? എന്തോ എന്റെ കൈനൊരു ചെറിയ ഷിവറിംഗ് പോലെ. ആ ചെല്ലടോ, ഞാനല്ലേ പറയുന്നത്. ആരും തന്നെ ഒന്നും പറയില്ല. ദീപു, ചെല്ലു മോനെ. വേണ്ട ഡാഡി. വേണം, പറഞ്ഞേക്ക്. ചെല്ല്, ഇങ്ങോട്ട് വരൂ. ചെല്ല്. ഹലോ മായ, ഞാൻ അല്പം ലേറ്റ് ആവും. ഏയ് ഇല്ലില്ല, ഒരു 3 o'clock അതിനു മുൻപ് എത്തും. ആ, ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ചാടി. ഏയ് ഒന്നുമില്ലടി, ഒരു ഫ്രണ്ടിനെ കാണണം. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് തന്നെ എത്തും. ഷുവർ, നിങ്ങൾ ഫിക്സ് ചെയ്തോളൂ, ഞാൻ എത്തിക്കോളാം. ഓക്കേടാ, ബൈ. സോറിടാ, ഞാൻ അല്പം ലേറ്റ് ആയിപ്പോയി. നീ വന്നിട്ട് കുറച്ചായോ? പിന്നെ അല്ലാതെ, വെയിറ്റ് ചെയ്ത് മനുഷ്യന്റെ ക്ഷമ നശിച്ചു. അത്യാവശ്യമായിട്ട് ഒരിടത്തേക്ക് പോവായിരുന്നു.
നീ കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാ വെയിറ്റ് ചെയ്തത്. ആ എന്താ മോളെ കാര്യം, പെട്ടെന്ന് പറ. നീ ചുമ്മാ കൂടുതൽ ജാട കാണിക്കല്ലേ. തിരക്കൊക്കെ എനിക്കും ഉണ്ട്. ഞാൻ വന്നത് നിന്റെ ഡോക്ടറുടെ വിശേഷങ്ങൾ അറിയാനാ. ഞാൻ ഊഹിച്ചു. അവളുടെ കാര്യം ആലോചിച്ച് മാഡത്തിന് ഇപ്പോഴും ഇരിക്കപ്പുറത്തെ ഇല്ല അല്ലേ? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. നീ നിന്റെ തന്തപ്പടിയും ആത്മാർത്ഥമായിട്ടൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിലേ അവളെക്കാളും മുൻപേ സ്റ്റെത്ത് നിന്റെ കഴുത്തിൽ കിടന്നേനെ. അവൾക്ക് വേണ്ടി വന്നത് 4 വർഷമാണെങ്കിൽ 1 വർഷം കൊണ്ട് നിനക്കത് സാധിച്ചെടുക്കാമായിരുന്നു. ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാ, കേട്ടോ നീ? എന്നിട്ടിപ്പോ അവള് ഡോക്ടറായപ്പോ ഹാലിളകാൻ നടക്കുന്നു. സ്റ്റുപ്പിഡ്. സമ്മതിച്ചു. എനിക്കിത്തിരി ഹാലിളക്കം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. നീ പറഞ്ഞതുപോലെ ഞാൻ ഡോക്ടർ ആകാത്തതിലല്ല, അവള് ഡോക്ടർ ആയതിൽ തന്നെയാ. അതും പഠിച്ചിറങ്ങിയ ഉടനെ എന്റെ കൂട്ടുകാരിയുടെ അച്ഛന്റെ ഹോസ്പിറ്റലിൽ തന്നെ ജോയിൻ ചെയ്തതിലാ. നീ വിചാരിച്ചിട്ടും അതുപോലും ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത് എന്റെ കുറ്റമല്ല മോളെ. എന്റെ പിതാശ്രീ നല്ല ഒന്നാന്തരം ക്രാക്ക് ആയി പോയതിന്റെ കുഴപ്പാ. പുള്ളിയുടെ പുതിയ കണ്ടുപിടുത്തല്ലേ ഡോക്ടർ ഗൗരി. ആതുര സേവന രംഗത്തെ നാളത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ. മണ്ണാം കട്ട. അവളുടെ ലൈഫ് സ്റ്റോറിയാണ് പോലും പുള്ളിയെ മോട്ടിവേറ്റ് ചെയ്തത്. അവളാരും മദർ തെരേസയോ? കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്തൊന്നും അല്ലല്ലോ അവള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. കോടതി വിട്ടുകൊടുത്ത തന്തയുടെ സ്വത്ത് വിറ്റ് കിട്ടിയ കാശുകൊണ്ടല്ലേ? പാങ്ങുണ്ടേൽ ഏത് പോക്കില്ലാത്തവർക്കും ഡോക്ടറും എഞ്ചിനീയറും MBA കാരനും ഒക്കെ ആവാൻ കഴിയുന്ന ഒരു നാടാ ഇത്. അവളുടെ കയ്യിലിരിക്കുന്ന സ്റ്റെത്തിനും കോട്ടിനും എന്റെ ഡാഡിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ലക്ഷങ്ങള്. അതറിയോ നിനക്ക്? ഇതൊക്കെ എന്നോട് പറഞ്ഞല്ല നീ ആവേശം കാണിക്കേണ്ടത്. തല ഉയർത്തി നിന്ന് ചോദിക്കേണ്ടത് നിന്റെ ഡാഡി ഡോക്ടർ ദേവപാലനോട് തന്നെയാ. ചോദിക്കാഞ്ഞിട്ടൊന്നും അല്ല, പറഞ്ഞ പുള്ളിയുടെ തല കേറണ്ടേ? ഇത്രയും ഔട്ട്ഡേറ്റഡ് കാഴ്ചപ്പാടുമായി നടക്കുന്ന ഒരു മനുഷ്യൻ. പുള്ളിക്കാരനൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കേണ്ടവരല്ല. മഹാത്മാഗാന്ധിക്ക് മുൻപ് ജനിക്കേണ്ട കക്ഷിയായിരുന്നു. ആ ഇങ്ങനെയുള്ള തന്തമാർക്ക് ജനിക്കേണ്ടി വന്നത് നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞാ മതിയല്ലോ. പക്ഷേ സൂക്ഷിക്കണം ശില്പ. ഭാഗ്യം വല്ലാതെ അനുഗ്രഹിച്ച ഒരു ജന്മം അവളുടേത്. നമ്മളെ എത്ര ചവിട്ടി അരച്ച് കളഞ്ഞാലും 10 മടങ്ങ് ശക്തിയോടെ മുള പൊട്ടുന്ന വിത്ത്. ഇപ്പൊ നിന്റെ ഡാഡിയുടെ മനസ്സിൽ ഇടം നേടി അവൾ അവിടെ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതവള് പലതും മനസ്സിൽ കണക്കുകൂട്ടി തന്നെയാ ശില്പ. നീ നോക്കിക്കോ, ദയ മെഡിക്കൽ സെന്ററിൽ ഇനി നിന്നേക്കാൾ അധികാരവും ആരാധക വൃന്ദവും ഉണ്ടാവാൻ പോകുന്നത് അവൾക്കായിരിക്കും. നിന്റെ ഡാഡിയുടെ സപ്പോർട്ടിന്റെ തണലിൽ അവളിനി തഴച്ചു വളരാനിരിക്കുന്നതേ ഉള്ളൂ. അതങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാ മതി മോളെ. ശില്പ അവിടെ ഉള്ളിടത്തോളം കാലം അവളുടെ ഒരു നമ്പർ അവിടെ ചെലവാകാൻ പോകുന്നില്ല. ജോൺ ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ കോളോ ആക്കി കൈ കൊടുത്തില്ല ഞാൻ. ഓ സത്യം പറഞ്ഞാ അത് ഇത്ര മനോഹരാക്കാൻ പറ്റുന്ന ഞാനും കരുതിയില്ല. വന്ന പേഷ്യന്റ് ഒരു കച്ചട ടീമായത് എന്റെ ലക്ക്. ത്രോട്ട് ഇൻഫെക്ഷനുമായി വന്നവന് ബയോപ്സി ടെസ്റ്റ്. അതെനിക്കങ്ങ് സുഖിച്ചു മോളെ. ആള് ഫ്യൂസ് ഔട്ട്. ഇപ്പൊ ചെന്ന് നോക്കിയേ കാണാം, ഡോക്ടർ ഗൗരി എസ് മേനോൻ എന്ന ബോർഡ് തൂക്കിയ ക്യാബിനിൽ പാവം ഈച്ചയായിട്ടിരിക്കുന്നത്. നീ അവിടെ ഉള്ളതാ എന്റെ പ്രതീക്ഷ. നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് അവൾ ഇപ്പൊ അറിയരുത്. അവളൊരു വ്യാജ ഡോക്ടറാണെന്ന് മുദ്രകുത്തി നാട്ടുകാരെ കൊണ്ട് അവളെ അവിടുന്ന് തല്ലി ഇറക്കുന്ന ഒരു ദിവസം ഉണ്ടാവണം. അന്നേ അവൾ അറിയാവൂ നിനക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാനാണെന്ന്. എന്നാൽ ആ ദിവസത്തിന് വേണ്ടി നിനക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. പോരെ? അല്ല, എന്താ നിന്റെ കാര്യങ്ങൾ? ഞാനും ആക്റ്റീവായി തുടങ്ങി. 5 വർഷത്തെ സുഖവാസം കഴിഞ്ഞ് എന്റെ മണവാളം ചെറുക്കൻ ഇറങ്ങാൻ പോവല്ലേടി. അയാളെ ഇനി വേണം എനിക്കൊന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങാൻ. ഏയ് അത് വേണോടി. ഇനി അയാളെ വിട്ടുകളയുന്നല്ലേ നല്ലത്. നോ, അയാളെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ മോളെ എനിക്ക്? എങ്കിൽ എന്റെ ബെന്നിച്ചായന്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ? ഈ ചായനും അപ്പച്ചനും ഒക്കെ തോറ്റെടുത്ത് ചായനയ്ക്ക് ജയിച്ചേ പറ്റൂ ശില്പ. അതിന് എത്ര കാലം കഴിഞ്ഞിട്ടായാലും. അതിനു വേണ്ടിയാ ഈ 5 കൊല്ലക്കാലം ഒരു മര്യാദക്കാരിയുടെ വേഷം കെട്ടി ഞാൻ കാത്തിരുന്നത്. ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോ അയാളെ സ്വീകരിക്കാൻ പുതിയ വേഷത്തിൽ ഈ സൈന്യം ഉണ്ടാവും.
അയാളുടെ ശിക്ഷ ശരിക്കും ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഞാനുണ്ടാവും നിന്റെ കൂടെ. നീ നിന്നേ. ഞാൻ പറഞ്ഞ കാര്യം നീ ആലോചിച്ചോ? അതിന് പാപ്പിച്ചായനെ എന്നതാ എന്നോട് പറഞ്ഞേ? ബാങ്കിന്റെ വല്ല കാര്യമാണോ? ഞാനത് മറന്നു. ദേ, നീ വെറുതെ കുട്ടിക്കളിക്ക് നിൽക്കണ്ട. ഇമ്മിണി ക്ഷീണോ അവശതയൊക്കെ ഉണ്ടെന്ന് കരുതി നീ എന്നെ തീരെ അങ്ങ് വയസ്സനാക്കാൻ നോക്കല്ലേ മോളെ. എന്നതാ ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. പിന്നെ എന്നാത്തിനാ ഒരു പൊട്ടംകളി? ബാങ്കിലെ കാര്യമല്ല, ബാങ്കിലെ ആ മാനേജർക്കൻ്റെ കാര്യമാണ് ഞാൻ നിന്നോട് ആലോചിച്ചൊരു തീരുമാനത്തിലെത്താൻ പറഞ്ഞത് നിനക്കറിയാം. ഇപ്പൊ ഓർമ്മ നിനക്ക് വരുന്നുണ്ടോ? ഓ, ആ കാര്യോ? അത് പാപ്പിച്ചായൻ ഇതുവരെ മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ? അതൊന്നും നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലായോ? പിന്നെ എന്നാത്തിനാ അതിനെപ്പറ്റി കൂടെ കൂടെ ഒരു ഓർമ്മപ്പെടുത്തല്? എന്നതാ അത് നടക്കുകയെന്ന് നീ അങ്ങനെ ഉറപ്പിക്കാൻ കാരണം? നിനക്കവനെ ബോധിച്ചില്ലായോ? എന്നതാ അവനൊരു കുറവ്? അയാൾക്ക് കുറവുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എല്ലാരും കൂടി അയാളെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ തീരുമാനം എന്നതാണെന്നും ഞാൻ പാപ്പിച്ചാനോട് വ്യക്തമായിട്ട് പറഞ്ഞില്ലേ? പിന്നെ എന്നാത്തിനാ എന്നെ ഇങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്റെ കഴുത്തിൽ ഇപ്പൊ ഒരു മിന്നു കിടപ്പുണ്ട്. അത് കെട്ടിയവൻ ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ എന്നാത്തിനാ വേറൊരുത്തനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നേ? അത് നടക്കുകയെന്ന് പറഞ്ഞില്ലേ? അവന്റെ കൂടെ ഒരു പൊറുതി ഇനി നിനക്ക് വേണ്ട. അത് ശരിയാവില്ലെന്ന് 100% ഉറപ്പിച്ചതുകൊണ്ടാ നിനക്ക് വേണ്ടി ഞാൻ വേറൊരു ബന്ധം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നൊരു മാനേജർ ആയിപ്പോയതാണ് നിന്റെ കണ്ണിൽ അവനുള്ള കുറവെങ്കിൽ നീ പറഞ്ഞാ മതി, നമുക്ക് പറ്റിയ ബന്ധം വേറെ ആലോചിക്കാം. എന്നാലും ഇനി അവനെ ഈ കുടുംബത്ത് കേറ്റുന്ന പ്രശ്നമില്ല. വേണ്ട, അയാളെ ഈ കുടുംബത്ത് കയറ്റുന്നതാണ് അപ്പച്ചന്റെ പ്രശ്നമെങ്കിൽ അത് വേണ്ടെന്നേ. ഞാൻ അയാളുടെ കുടുംബത്ത് കഴിഞ്ഞോളാം. അതാണല്ലോ അതിന്റെ ശരിയും. നിർത്തറി, തർക്കുത്തരം പറയുന്നു എന്നോട്. ഒരിക്കൽ നിന്റെ ഇഷ്ടത്തിന് തുള്ളാൻ നിന്നതിന്റെ ശിക്ഷയാ ഇന്ന് ഈ കുടുംബത്തുള്ളവരൊക്കെ അനുഭവിക്കുന്നത്. എന്ത് കണ്ടിട്ട് അവൻ തന്നെ മതിയെന്നും പറഞ്ഞ് നീ ഇപ്പോഴും വാശി പിടിക്കുന്നത്? നിന്റെ കൂടപ്പുറപ്പിനെ കൊന്നതാണോ അവന്റെ യോഗ്യത? വാ, ദാ ഇവളെ കണ്ടോ നീ? കഴുത്തി കിടക്കുന്ന മിന്നു പോയിട്ട് ഇത്രയും വർഷമായി. ഈ വീട്ടിലെ മരുമോളായി വന്നു കയറിയതുകൊണ്ട് മാത്രം ഇവളിപ്പോഴും ഇവിടുത്തെ എച്ചിൽ പാത്രം കഴുകാൻ നിൽക്കുക. വേറൊരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞിട്ട് കൂടി ഇവളത് കേൾക്കാതെ നിൽക്കുന്നതേ എന്റെ മഹത്വം കൊണ്ടൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്നെയും നിന്റെ ആങ്ങളെയൊക്കെ ഓർത്ത് ചങ്ക് പൊട്ടി ചത്തൊരുത്തിയില്ലേ നിന്റെ അമ്മച്ചി? അവൾ ഈ പെങ്കൊച്ചിന് കൊടുത്ത സ്നേഹത്തിന്റെ ഗുണമാടിയത്. എന്റെ മോള് അത്രയൊന്നും പാപ്പിച്ചാനെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി ഈ കുടുംബത്ത് നിന്റെ പേരിൽ ആരുടെയും കണ്ണീര് വീഴാതിരിക്കാനുള്ള സന്മനസ്സെങ്കിലും എന്റെ മോള് കാണിക്കണം. ഞാൻ ആർക്കും ഒരു ബാധ്യതയാവുന്നില്ല. എന്റെ മനസ്സിൽ എന്നതാണെന്നും ഞാൻ പാപ്പിച്ചായനോട് തുറന്നു പറഞ്ഞതല്ലേ. വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പേരിൽ ഞാൻ കാരണം തകർന്നു പോയൊരു കുടുംബം അലന്റേത്. എനിക്ക് വേണ്ടി പാപ്പിച്ചായനും ബെന്നിച്ചായനും കൂടി അനിതയുടെ ജീവിതവും നശിപ്പിച്ചില്ലേ? ആ തെറ്റുകൾ ഞാനായിട്ട് തന്നെ തിരുത്തണമെന്നുണ്ട്. തിരുത്തിയെടുത്തോളം മതി. നമ്മൾ എന്നാക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്റെ മോന്റെ ജീവൻ പോയതിനും അപ്പുറമൊന്നും വരില്ലല്ലോ അത്. പിന്നെ ആ അനിതയുടെ ജീവിതത്തിന് ഇപ്പൊ എന്നതാ ഒരു കുഴപ്പം? നിന്റെ നിർബന്ധം കൊണ്ട് ആ ജോസൂട്ടിക്ക് നമ്മുടെ കമ്പനി തന്നെ ഭേദപ്പെട്ടൊരു ജോലി കൊടുത്തല്ലോ. അത് മതി. ഇനി ആ കുടുംബവുമായി അതിലപ്പുറം ഒരു ബന്ധവും നമുക്ക് വേണ്ട. എനിക്കത് ഇഷ്ടമല്ല. ശരി, ഞാൻ സമ്മതിക്കാം. പക്ഷേ പാപ്പിച്ചാൻ എനിക്കൊരു ഉറപ്പ് തരണം, മറ്റൊരു ജീവിതത്തെപ്പറ്റി എന്നോട് പറയില്ലെന്ന്.
ഞാനും ചേട്ടത്തെ പോലെ ഇവിടെ അങ്ങ് കഴിഞ്ഞോളാം. അതിനാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ പാപ്പിച്ചായൻ നേരത്തെ ചോദിച്ചില്ലേ, കൂടപ്പിറപ്പിനെ കൊന്നവന്റെ കൂടെ തന്നെ വേണോ എനിക്ക് ഇനിയും കഴിയാനെന്ന്? എനിക്കുറപ്പുണ്ട്, അലന്റെ കൈകൊണ്ടല്ല ബെന്നിച്ചായൻ മരിച്ചതെന്ന്. അത് ചെയ്തത് ഗായത്രിയാ. അതിന് വ്യക്തമായ തെളിവും എന്റെ പക്കലുണ്ട്. ഗായത്രിക്ക് വേണ്ടി എന്റെ ഭർത്താവ് സ്വയം ആ കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. ആ കഥയൊക്കെ എനിക്കും അറിയാം. അതറിഞ്ഞിട്ടും ഒക്കെ വിട്ടുകളഞ്ഞത് നീ കൂടി പറഞ്ഞിട്ടല്ലേ? അതെ, ഇനി അവരോട് പ്രതികാരം ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല പാപ്പിച്ചായ. പക്ഷേ എന്റെ ഇച്ചായനെ കൊന്നവൾക്ക് എന്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കാൻ എനിക്കിഷ്ടമല്ല. അതിനുവേണ്ടി ആരും എന്നോടൊന്നും പറയുകയും ചെയ്യരുത്.